സ്വാഗതം. തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ രൂപമായ VBG റാംജി പദ്ധതിയിലേക്ക് മാറ്റപ്പെടുമ്പോൾ അവിദഗ്ധ തൊഴിൽ പിന്തള്ളപ്പെടുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ പദ്ധതി തൊഴിൽദാന പദ്ധതി എന്നതിൽ നിന്ന് മാറി ആസ്തി വികസന പദ്ധതിയായി രൂപപ്പെടുന്നതാണ്. ആസ്തി വികസന പ്രവൃത്തികളിൽ വിദഗ്ധർ, അർത്ഥവിദഗ്ധർ തൊഴിലിനും സാധന സാമഗ്രികൾക്കുമാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധയുള്ള ഏതൊരു കുടുംബത്തിന് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നതായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. എന്നാൽ പുതിയതായി രൂപം കൊണ്ട VBG റാംജി പദ്ധതിയിൽ നിന്ന് ഏറ്റെടുക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ള പ്രവൃത്തികൾ കൂടുതലും തൊഴിൽ വൈദഗ്ധ്യം ആവശ്യപ്പെടുന്നതാണ്. നിലവിലുള്ള തൊഴിൽ ഉറപ്പ് പദ്ധതിയിൽ മണ്ണും ജലവും സംരക്ഷിക്കുന്നതടക്കം പ്രകൃതി വിഭവങ്ങളുടെ പരിപാലനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. കൂടുതലായി അവിദഗ്ധ തൊഴിലാളികളുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നതും പരിമിതമായി മാത്രം സാധന സാമഗ്രികളുടെ ഉപയോഗമുള്ളതുമായിരുന്നു അവ. എന്നാൽ പുതിയ പദ്ധതിയായ VBG റാംജി പദ്ധതിയിൽ ഇത് ജലസംരക്ഷണം മാത്രമായി പരിമിതപ്പെടുത്തുന്നു. ഇതിനായുള്ള പ്രവൃത്തികളിൽ അവിദഗ്ധ കായിക തൊഴിൽ നൽകുന്നില്ല. പൊതു ഇടങ്ങളിലും ചെറുകിട നാമമാത്ര കർഷകരുടെയും മറ്റും സ്വകാര്യ ഭൂമിയിലും ആവർത്തന സ്വഭാവമില്ലാത്ത ഭൂവികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും അനുമതി നൽകിയിരുന്നു. പുതിയ നിയമത്തിൽ അതേപ്പറ്റി പരാമർശമേയില്ല. പുതിയ പദ്ധതിയായ റാംജി പദ്ധതിയിലേക്ക് ജലസംരക്ഷണത്തിനു പുറമെ ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം, ജീവനോപാധി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, തീവ്ര കാലാവസ്ഥാ സാഹചര്യങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പും ആഘാത ലഘൂകരണ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ മാറ്റത്തിൻ്റെ ഫലമായി ഇപ്പോൾ നൽകി വരുന്നതിൻ്റെ പകുതി പോലും തൊഴിൽ ദിനങ്ങൾ കണ്ടെത്താൻ പ്രയാസമാകും. തൊഴിലുറപ്പ് പദ്ധതി ആശ്രയിച്ച് ജീവിക്കുന്ന 10 ലക്ഷത്തിലധികം പേരെ ഇത് ബാധിക്കുന്നതാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ MGNREGS ഏകദേശം 2.9 ബില്യൺ വ്യക്തി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇതിൽ 58% ഗുണഭോക്താക്കളും സ്ത്രീകളാണ്. ഈ പദ്ധതി ഒരു കുടുംബത്തിന് 100 ദിവസത്തെ മുഴുവൻ ജോലിയും വളരെ അപൂർവമായേ നൽകിയിട്ടുള്ളൂ. ശരാശരി 50 ദിവസമായിരുന്നു. എന്നാൽ അതൊന്നും അതിൻ്റെ കേന്ദ്ര വാഗ്ദാനമായിരുന്നില്ല. വേഗത്തിൽ വിന്യസിക്കാൻ കഴിയുന്നതും മറ്റു വരുമാന സ്രോതസ്സുകൾ പരാജയപ്പെടുമ്പോൾ തൊഴിലാളികളെ ആഗിരണം ചെയ്യുന്നതും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തട്ടിലെ അസ്ഥിരത കുറയ്ക്കുന്നതുമായിരുന്നു അതിൻ്റെ യഥാർത്ഥ മൂല്യം. വിതയ്ക്കുമ്പോഴും വിളവെടുക്കുമ്പോഴും ഗ്രാമീണ തൊഴിലാളി ആവശ്യം ഒരേപോലെ കുറയുമെന്ന അനുമാനത്തെ അടിസ്ഥാനമാക്കി കാലാനുസൃതമായി 60 ദിവസത്തെ തൊഴിൽ വിരാമം നിയമം അനുവദിക്കുന്നു. തെളിവുകൾ മറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഗ്രാമീണ തൊഴിൽ വിപണികൾ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തൊഴിൽ ക്ഷാമം രൂക്ഷമായ ഗാർഹിക അപകട സാധ്യതയോടൊപ്പം ഉണ്ടാകുന്നു. ഭൂമിയില്ലാത്ത ദരിദ്ര കുടുംബങ്ങൾ, സ്ത്രീ തൊഴിലാളികൾ, ആരോഗ്യ അല്ലെങ്കിൽ കടബാധ്യത നേരിടുന്ന കുടുംബങ്ങൾ എന്നിവരെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പലപ്പോഴും കാർഷിക ജോലികൾക്ക് പകരമായിട്ടല്ല, മറിച്ച് മറ്റു വരുമാന സ്രോതസ്സുകൾ തകർന്നപ്പോൾ ഒരു തിരിച്ചുവരവായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. കലണ്ടർ അധിഷ്ഠിത സസ്പെൻഷൻ പ്രോഗ്രാമിന് പ്രതികരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളെ ചുരുക്കുന്നു. ഓവർലാപ്പിംഗ് ഷോക്കുകളിൽ അതിൻ്റെ ബഫറിംഗ് പങ്ക് ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു.
VBG റാംജി മികച്ച ആസ്തികൾ സൃഷ്ടിക്കുമോ അതോ കൂടുതൽ തൊഴിൽ ദിവസങ്ങൾ വാഗ്ദാനം ചെയ്യുമോ എന്നതല്ല ചോദ്യം. മോശം സമയങ്ങളിൽ ഇന്ത്യയുടെ ഗ്രാമീണ തൊഴിൽ സംവിധാനം ഒരു ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസറായി പ്രവർത്തിക്കുന്നത് തുടരുമോ അതോ നല്ല സമയങ്ങളിൽ കൂടുതൽ കാര്യക്ഷമവും എന്നാൽ കുറഞ്ഞ പ്രതികരണശേഷിയുള്ളതുമായ ഒരു പരിപാടിയായി അത് മാറുമോ എന്നതാണ്. ആ വ്യത്യാസം അനുസരിച്ചായിരിക്കും പുനർരൂപകൽപ്പന ഗ്രാമീണ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുമോ അതോ അനിശ്ചിതത്വം ഉണ്ടാകുമ്പോൾ ദരിദ്ര കുടുംബങ്ങൾക്ക് സംസ്ഥാനത്തിന്മേൽ നിയമപരമായി അവകാശം ഉന്നയിക്കുവാൻ അനുവദിക്കുമോ എന്നത് നിർണ്ണയിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രധാനമായും ഒരു തൊഴിലുറപ്പ് നിയമമാണെങ്കിലും പ്രാദേശിക കാലാവസ്ഥാ പ്രവർത്തന ഉപകരണമായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലെ 260 അനുവദനീയമായ പ്രവൃത്തികളിൽ ഭൂരിഭാഗവും പ്രകൃതി വിഭവ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിദഗ്ധർ പറയുന്നത് പോലെ കൂടുതൽ കേന്ദ്രീകൃതവും ജോലികൾക്ക് നിയമപരമായ ഗ്യാരണ്ടി നൽകുന്നില്ലാത്തതുമായ VBG റാംജി ആക്ട് ഇത് റദ്ദാക്കുകയും പകരം വയ്ക്കുകയും ചെയ്യുന്നതിനാൽ സമാനമായ പാരിസ്ഥിതിക നേട്ടങ്ങൾ ഉണ്ടാകുമോ എന്ന് വ്യക്തവുമല്ല. പുതിയ നിയമപ്രകാരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട 4 മുൻഗണനാ മേഖലകളാണ്. ജലവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ, പ്രധാന ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക പ്രവർത്തനങ്ങൾ. എന്നിരുന്നാലും നിയമത്തിൻ്റെ പ്രക്രിയയെയും അതിൻ്റെ ഉള്ളടക്കത്തെയും കുറിച്ച് തൊഴിൽ അവകാശ സംഘടനകൾ ആശങ്കപ്പെടുന്നുണ്ട്. ഓരോ സാമ്പത്തിക വർഷത്തേക്കും സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള മാനദണ്ഡ വിഹിതം നിർണ്ണയിക്കാനുള്ള അധികാരവും നിയമം കേന്ദ്ര സർക്കാരിന് നൽകുന്നു. ഈ വിഹിതത്തിനപ്പുറം ഒരു സംസ്ഥാനം നടത്തുന്ന ഏതൊരു ചെലവും സംസ്ഥാനം വഹിക്കേണ്ടതാണ്. അതും കേന്ദ്രം നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി മാത്രം. ഇത് പൂർണ്ണമായ കേന്ദ്രീകരണമാണ്. ഇപ്പോൾ ഏതൊരു പദ്ധതിയും വീക്ഷിത് ഭാരത് ചട്ടക്കൂടിനുള്ളിൽ യോജിക്കുകയും ശക്തി ചട്ടക്കൂടുമായി പൊരുത്തപ്പെടുകയും വേണം. ആസൂത്രണം താഴെ നിന്ന് മുകളിലേക്കല്ല, മുകളിൽ നിന്ന് താഴേക്ക് മാറ്റപ്പെടുന്നു. ഇത് പ്രത്യേക മേഖലയിൽ എന്താണ് വേണ്ടതെന്ന് വികേന്ദ്രീകൃത ആസൂത്രണവും പ്രാദേശിക തീരുമാനമെടുക്കലും ഫലപ്രദമായി അവസാനിപ്പിക്കുന്നു. മുൻകാല ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ചട്ടക്കൂടിന് കീഴിൽ തൊഴിൽ ചെലവുകളുടെ 100% കേന്ദ്രം വഹിച്ചിരുന്നു. സംസ്ഥാനങ്ങൾക്ക് മെറ്റീരിയൽ ഇൻസെൻറ്റീവ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുവാനും സ്വന്തം വിഭവങ്ങൾ ചെലവഴിക്കാതെ തന്നെ തൊഴിൽ ഗ്യാരണ്ടികൾ നിറവേറ്റാനും കഴിഞ്ഞിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാനങ്ങൾ മെറ്റീരിയൽ ചെലവുകളുടെ 25% മാത്രമേ സംഭാവന ചെയ്യേണ്ടതുള്ളൂ. എന്നാൽ ഇപ്പോൾ മൊത്തം ചെലവിൻ്റെ 40% മുതൽ 100% വരെ നേരിടേണ്ടി വരുന്നു. പദ്ധതി നടപ്പാക്കുന്ന ഗ്രാമീണ മേഖലകൾ കേന്ദ്രം വിജ്ഞാപനം ചെയ്യുക എന്നതുൾപ്പെടെ നിബന്ധനകൾ നടപ്പാക്കുമ്പോൾ പദ്ധതി സ്വാഭാവികമായും ചുരുങ്ങപ്പെടുന്നതാണ്. ഇപ്പോൾ പദ്ധതിയിൽ ഉൾപ്പെട്ടവരിൽ വലിയൊരു വിഭാഗത്തിന് തൊഴിൽ നഷ്ടമാകുന്നു. തൊഴിൽ ദിനങ്ങളും കുറയാനാണ് സാധ്യത. കാർഷിക സീസണിൽ 60 ദിവസം വരെ തൊഴിലുറപ്പ് പാടില്ലെന്ന നിബന്ധനയും തൊഴിൽ ദിനങ്ങൾ ഗണ്യമായി കുറയാൻ ഇടയാക്കുന്നതാണ്. ഫലത്തിൽ പദ്ധതി ഗുണഭോക്താക്കളെ ലക്ഷക്കണക്കിന് പേരുടെ വരുമാന മാർഗം കുറയും. തൊഴിലുറപ്പിലൂടെ നടപ്പാക്കിയിരുന്ന കാർഷിക ജോലികൾ, ജലാശയ പുനരുദ്ധാരണം, മാലിന്യ സംസ്കരണം തുടങ്ങിയവയെയും പുതിയ നീക്കം പ്രതികൂലമായി ബാധിക്കുമെന്ന് കരുതപ്പെടുന്നു. കേരളത്തിൽ
22 ലക്ഷം പേരാണ് പദ്ധതിയിലുള്ളത്. ബഹുഭൂരിപക്ഷവും സ്ത്രീകളാണ്. സാമ്പത്തിക ഞെരുക്കമുണ്ടാകുകയും പദ്ധതിയുടെ ചുവട് പിഴയ്ക്കുകയും ചെയ്താൽ നല്ലൊരു ശതമാനം ആളുകൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് പുറത്താകുമെന്നാണ് ആശങ്ക. 70 വയസ്സിന് മുകളിലുള്ളവരടക്കം പ്രായമായ ഒട്ടേറെ പേരും ഗുണഭോക്താക്കളായുണ്ട്.